grace of God, God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങളായിരിക്കുന്ന മാധ്യമത്തിലേക്ക് ദൈവത്തിന്റെ തിരുവചനവുമായി കടന്നു വരാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ദൈവരാജ്യത്തിന്റെ ട്രെയിനിങ്ങിൽ ദൈവജനം ഭൂമിയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവജനത്തെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങളെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മാത്രം തന്ന് അവസാനിപ്പിക്കുകയല്ല, നിത്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇതിലൂടെ നിങ്ങളെ സഹായിക്കുവാനിടയാകും. അതുകൊണ്ട് ഇതിനെ വളരെ ഗൗരവമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ വേദപുസ്തകം, നോട്ട് പുസ്തകം, പേന തുടങ്ങിയവ എടുത്ത് ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് സ്വർഗ്ഗരാജ്യം അവകാശമാക്കുക നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പതിവ് പോലെ കർത്താവിൻ്റെ ദാസൻ ഷാജി സുന്ദരൻ ജനത്തിൻ്റെ സംശയവുമായി നമ്മളോട് കൂടെ സ്റ്റുഡിയോയിലുണ്ട്. പ്രിയ കർദാസിനെ, ജനത്തിൻ്റെ ഏത് ചോദ്യത്തിന് ഉത്തരം തരുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കി ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. ദൈവത്തിന്റെ വചനം പറഞ്ഞ് 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാമെന്ന് അതിനാധാരമാക്കി നാം കഴിഞ്ഞ ദിവസം 3 ഭാഗങ്ങളിൽ കൂടെ ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം വ്യക്തമാക്കി മനസ്സിലാക്കി. ഒന്നാമത് മനസ്സിലാക്കിയ ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ദൈവരാജ്യം പുളിപ്പിനോട് സാദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ 3 പറയും പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അവിടെ ദൈവരാജ്യം 3 സ്റ്റെപ്പായിട്ട് വളരുന്നതായിട്ട് നാം മനസ്സിലാക്കി. തുടർന്ന് നാം മനസ്സിലാക്കി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ബിംബം, ആ ബിംബത്തെ നിലം തൊടാതെ ഒരു കല്ല് വന്ന് തകർത്ത് കളയുന്നതായിട്ട് മനസ്സിലാക്കി. തുടർന്ന് ആ കല്ല് പർവ്വതമായും പർവ്വതം ഭൂമിയെങ്ങും വ്യാപിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കി. അവിടെയും 3 സ്റ്റെപ്പായിട്ട് ദൈവരാജ്യം വളരുന്നതായിട്ട് നമുക്ക് കണ്ടു. തുടർന്ന് കർത്താവദാസൻ പറഞ്ഞു ദൈവരാജ്യം വേദപുസ്തകത്തിൽ 3 സ്റ്റെപ്പായിട്ട് വളരുന്നതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി. അപ്പോസ്തല പ്രവർത്തികൾ, ലേഖനങ്ങൾ, വെളിപ്പാട്, അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ദൈവരാജ്യം വളരുന്നതായിട്ട് മനസ്സിലാക്കി. അതിനെക്കുറിച്ച് ആഴത്തിലോട്ട് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയില്ല. എന്നാൽ അതിനെക്കുറിച്ച് ഈ ആഴ്ച ആഴത്തിലോട്ട് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് പ്രൈസ് ഗോഡ്. പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം 1 മിനിറ്റ് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒരു രീതിയിൽ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു തരുവാനായിട്ട് ഇടയായി. താല്പര്യത്തോടെ അത് പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് കർത്താവേ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമെന്ന് അകം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം ഞാനെല്ലാം വേദവചനം പഠിക്കുമ്പോൾ വളരെ പ്രയാസത്തിലൂടെയാണ് ഈ വചനം പഠിക്കുവാനായിട്ട് ഇടയായത്. ഞങ്ങളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞു, ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഭാഗം. ഇത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പലയിടത്ത് തുടങ്ങും, പക്ഷെ അവസാനിപ്പിക്കുന്ന ചുരുക്കമാണ്. ഇങ്ങനെയല്ല, പല വർഷങ്ങൾ പല സ്ഥലങ്ങളിലായി തിരുവചനം പഠിക്കുകയും തുടർന്ന് അതിൻ്റെ ആഴങ്ങളിലേക്കെല്ലാം പല രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്ത് കടന്നു വന്നപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഈ വേദപുസ്തകം 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ച് തന്നു. ഞാൻ അതിശയിച്ചു പോയി. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. ഞങ്ങൾ ഇതിനെ പേരിട്ടേക്കുന്നത് 1 മിനിറ്റ് ബൈബിൾ കോളേജ് എന്നാണ്. പല ബൈബിൾ കോളേജുകളിൽ ഇത് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 3 വർഷം കഴിയാതെ ഇവിടുന്ന് വിട്ടുപോകരുത്. കാരണം ജനം 1 മിനിറ്റ് കൊണ്ട് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഗുരുവായാൽ സ്വർഗ്ഗത്തിലെ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, സ്വർഗ്ഗത്തിലെ ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, അന്നും ഇന്നും മാറാത്തവനായ ദൈവം നമുക്കും വെളിപ്പെടുത്തി തരുവാനിടയാകും. താഴ്മ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ആഭരണമായി നമ്മളുടെ ആത്മീയ ശരീരത്തിൽ നാം ധരിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം വചനം പറയുകയാണ്, അത് ദൈവസന്നിധിയിൽ വിലയേറിയ സമ്പത്താണ്. സൗമ്യതയുള്ളവന് അവൻ തൻ്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു.
മോശയ്ക്ക് തൻ്റെ വഴികളെ പഠിപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ വഴികളെ പഠിപ്പിച്ചില്ല. പകരം ആ അത്ഭുതങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോ, അതെ. തൻ്റെ പ്രവൃത്തികളെ കാണിച്ചു കൊടുത്തു. ആമേൻ. പക്ഷേ വഴി പഠിച്ചത് മോശയാണ്. അതെ. ഇന്ന് അനേകം മോശന്മാർ ഈ പ്രോഗ്രാം കണ്ട് ഈ ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സൗമ്യതയുള്ളവരെ ദൈവം തന്നെ വഴി പഠിപ്പിക്കുന്നു. പ്രിയരെ, കർദാസൻ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ, ദൈവരാജ്യം വളരുന്നതാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം പുളിപ്പിനോട് സദൃശമാക്കി പറഞ്ഞിട്ട് അത് 3 പറ മാവിൽ മനുഷ്യൻ്റെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആത്മാവ്, ദേഹി, ശരീരമാണ്. ഈ 3 ഭാഗങ്ങളിലും നിറയുന്നതായി, അത് 3 സ്റ്റെപ്പുകളിലായി നമ്മുടെ രക്ഷയുടെ സമയത്ത് ദൈവരാജ്യം നമ്മുടെ ആത്മാവിൽ നിറയുന്നു. അതിന് നമ്മൾ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ആമേൻ. എന്നാൽ ആ ദൈവരാജ്യം നമ്മളുടെ മനസ്സിലേക്ക്, ദേഹിയിലേക്ക് വ്യാപരിക്കുമ്പോൾ അതിന് നമ്മൾ വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അതെ. എന്നാൽ ആ ദൈവരാജ്യം നമ്മളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുമ്പോൾ, നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോൾ അതിന് നമ്മൾ ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ തേജസ്കരണം എന്ന് വിളിക്കുന്നു. ആമേൻ. 3 സ്റ്റേജുകളിലായിട്ടത് വളരുന്നു. ഇത് തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം നാം കണ്ടു. നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നത്തിൽ ആ ബിംബത്തെ നിലം തൊടാതെ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന് ഇടിക്കുകയും ആ ബിംബം തകർന്നു പോവുകയും ആ കല്ല് 3 സ്റ്റേജുകളിലായി വളരുകയും, ആദ്യം ഒരു കല്ല്, തുടർന്ന് കല്ല് വളർന്ന് പർവ്വതമായി, പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ആമേൻ. അത് കല്ലായ സമയമാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അതെ. നാം വീണ്ടും ജനിച്ചു. തുടർന്ന് ആ കല്ല് പർവ്വതമായ സമയമാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം. നാം മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം പ്രാപിക്കുന്നു. അതെ. തുടർന്ന് ആ പർവ്വതം ഭൂമി മുഴുവൻ നിറയുന്നതാണ് നമ്മുടെ തേജസ്കരണം. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം നാം എടുക്കപ്പെടുന്നു. Praise the Lord. പ്രിയ ദൈവജനമേ, അത് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ തിരുവചനവും ഇതേപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് ഇത് പ്രകാരം നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, 2-ാം അധ്യായം. ദൈവരാജ്യം ആദത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ദൈവരാജ്യത്തിലാണ് തേജസ് ഉണ്ടായിരുന്നത്. ആ ദൈവരാജ്യത്തിലാണ് ദൈവം ഒരുക്കിയ സകല പ്രൊവിഷൻസും ഉണ്ടായിരുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അനുസരണക്കേട് മൂലം ആദം ആ ദൈവരാജ്യം നഷ്ടപ്പെടുത്തി. ആ തേജസ് ഇല്ലാതെയായി. സകല മനുഷ്യരും, അതോടെ ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന സകലരും പാപം ചെയ്തു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവരാജ്യം ആദത്തിൽ നഷ്ടപ്പെട്ടു. തുടർന്ന് ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് സദൃശ്യമായി തീർന്നു. ദൈവരാജ്യം ഉണ്ടോ? ഉണ്ട്. പക്ഷെ വയലിൽ ഒളിഞ്ഞു കിടക്കുക. വയലെന്ന് പറഞ്ഞാൽ ലോകം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 38-ാം വാക്യം പറയാണ് വയൽ ലോകം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം പറയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. അത് നിധിയാണ്, പക്ഷെ വയലിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അത് നിധിയാണ്, വയൽ ലോകം. അപ്പോൾ തുടർന്ന് മാലാഖി വരെ പഴയ നിയമ പുസ്തകം മുഴുവൻ ആ സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ആ സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ ഒളിഞ്ഞു കിടക്കുന്ന പഴയ നിയമം കഴിഞ്ഞു. ഈ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ഇതാ ദൈവരാജ്യവും അധികാരവും തോളിലേന്തി ആധിപത്യം അവന്റെ തോളിലിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. കിങ്ഡം ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അധികാരവും തോളിലേന്തി ഇതാ ഒരുവൻ ഭൂമിയിലേക്ക് വരികയാണ്. കല്ല് 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 ഭൂമിയിലേക്ക് വരികയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്പിരിച്വലി വന്നു കഴിഞ്ഞ് ഇനി ഫിസിക്കലി വരാൻ പോവുകയാണ്. ഭൂമിയിലേക്ക് വരികയാണ്. വന്നൊരൊറ്റ ഇടി കാൽവരി ക്രൂശിലാണ് ഇടിച്ചത്. ഇടി നടന്ന അവിടെ വെച്ചാ
ഈ ഭൂമിയിലേക്ക് വന്നു. ഒറ്റ സന്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഇതാ നിനക്ക് നഷ്ടപ്പെട്ട രാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗ രാജ്യം സമീപിച്ചിരിക്കുന്നു, കേറിക്കോ വേണമെങ്കിൽ. ആദം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിനക്ക് നിന്റെ അടുത്ത് വന്നിരിക്കുക, കേറിക്കോ. ഒറ്റ സന്ദേശം. 4 സുവിശേഷം കഴിഞ്ഞു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കഴിഞ്ഞു. ഒറ്റ സന്ദേശം. ഇനി എത്ര സെറ്റ് പുസ്തകങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ പുസ്തകത്തിലെ? 3 സെറ്റ് പുസ്തകങ്ങളേ ഉള്ളൂ. 3 സെറ്റ് പുസ്തകങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി, ലേഖനങ്ങൾ, വെളിപ്പാട്. 3 സെറ്റ് പുസ്തകങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഓർക്കണം, 3 പറ മാവ്. കല്ല് 3 സ്റ്റേജായിട്ട് വളരുന്നു. 3 സെറ്റ് പുസ്തകങ്ങളേ ഉള്ളൂ ബാക്കി. ആമേൻ. കർത്താവ് തന്ന് തൻ്റെ പ്രവൃത്തി തികച്ചിട്ട് പോയി. അതാണ് 4 സുവിശേഷങ്ങളും ചേർത്ത് പറയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ടോ, വിസ എടുത്തോ, ആ രാജ്യത്തിൻ്റെ അകത്ത് കയറിക്കോ. തുടർന്ന് 3 സെറ്റ് പുസ്തകങ്ങളിൽ ഈ 3 പറ മാവ് അല്ലെങ്കിൽ കല്ല് 3ആയിട്ട് വളരുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് അപ്പോസ്തല പ്രവൃത്തി, 2 ലേഖനങ്ങൾ, 3 വെളിപ്പാട്. ഇതിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രിയരെ ശ്രദ്ധിച്ചാട്ടെ, ആ കല്ല് വന്നു നമ്മളുടെ ആത്മാവിൽ നിറഞ്ഞു, സ്വർഗരാജ്യ ആത്മാവിൽ നിറഞ്ഞു. അല്ലെങ്കിൽ 1 പറ മാവ് പുളിച്ചു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി ലോകത്തിൽ നടക്കുന്നതാ. അത് ലോകത്തോട് പറയുന്നതാ. അപ്പോസ്തലന്മാർ ലോകത്തിലോട്ട് ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് അറിയിച്ചു. യേശുവിനെ അറിയിച്ചപ്പോൾ ജനം കുത്തുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട. കണ്ടോ, യേശു പറഞ്ഞ അതേ വാക്യം, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ എങ്ങോട്ട് ചേർത്തു? സ്വർഗരാജ്യം അവകാശമാക്കി എന്നല്ല വചനം പറയുന്നത്, സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആമേൻ. അതായത് അവർ 1 പറ മാവ് പുളിച്ചു. 1 പറ മാവ് പുളിച്ചവരെയൊക്കെ സഭയോട് ചേർത്തു. 1 പറ മാവ് പുളിക്കാത്തവരൊക്കെ ലോകത്തിൽ, 1 പറ മാവ് പുളിച്ചവരൊക്കെ സഭയിൽ, കല്ല് അകത്ത് വന്നവരൊക്കെ സഭയിൽ. ആമേൻ. തുടർന്ന് അടുത്ത സെറ്റ് പുസ്തകം, 2 പറ മാവ്, ലേഖനങ്ങൾ. പ്രിയരെ, ഈ ലേഖനങ്ങളൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, ഈ ലേഖനങ്ങളൊന്നും ലോകത്തിന് എഴുതിയതല്ല. ഈ ലേഖനങ്ങളൊന്നും ലോകത്തിന് എഴുതിയതല്ല. ഈ ലേഖനങ്ങളെല്ലാം സഭയ്ക്ക് എഴുതിയതാ, സഭയിലെ മൂപ്പന്മാർക്ക് എഴുതിയതാ. അതായത് 1 പറ മാവ് പുളിച്ചവർക്ക് എഴുതിയതാ, കല്ല് അകത്ത് വന്നവർക്ക് എഴുതിയതാ. എന്തിനാണെന്നറിയാമോ എഴുതിയത്? മോനെ മോളെ, കല്ല് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, 1 പറ മാവ് മാത്രം പുളിപ്പിച്ചാൽ പോരാ. ആ 1 പറ മാവിലുള്ള പുളിപ്പ് നിന്റെ 2 പറ മാവിലേക്ക് വ്യാപരിക്കട്ടെ. കല്ല് അകത്തിരുന്നാൽ പോരാ, കല്ല് ഒരു പർവ്വതമായി വളരട്ടെ. ആ ഒരു കല്ല് പർവ്വതമായി വളരുവാൻ വേണ്ടിയാണ് 21 ലേഖനങ്ങൾ ഇതിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. 21 ലേഖനവും സഭയിലുള്ളവരോടാണ്, 1 പറ മാവ് പുളിച്ചവർക്കുള്ളതാണ്. 21 ലേഖനവും കല്ല് ദൈവരാജ്യം അകത്ത് വന്നവർക്കുള്ളതാണ്. ആ ലേഖനങ്ങൾ നാം അനുസരിച്ചാൽ നമ്മുടെ 2 പറ മാവ് പുളിക്കും, അല്ലെങ്കിൽ കല്ല് വളർന്ന് പർവ്വതമാകും. ഇനി എത്ര സെറ്റ് പുസ്തകമുണ്ട് ബാക്കി? ഒരേ ഒരു പുസ്തകമേ ബാക്കിയുള്ളൂ, അതാണ് വെളിപ്പാട്. ഈ പുസ്തകത്തിൽ 3 പറ മാവ് പുളിക്കും. കർത്താവ് യേശുവിൻ്റെ വരവാ, നമ്മുടെ തേജസ്കരണമാ. പർവ്വതം ലോകം മുഴുവൻ നിറയും. ആമേൻ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അതോടുകൂടെ ബൈബിൾ കഴിഞ്ഞു, നിത്യത ആരംഭിച്ചു. എന്തെളുപ്പമല്ലേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ
പെട്ടെന്ന് കഴിഞ്ഞു. ഇത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഇത്ര താമസിച്ച്, അല്ലാതെ പറയുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ബൈബിൾ തീർന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ദൈവം തൻ്റെ രാജ്യം, ദൈവരാജ്യം ആദത്തിന് കൊടുത്തു. 3-ാം അധ്യായം അനുസരണക്കേട് മൂലം ദൈവരാജ്യം ആദത്തിന് നഷ്ടമായി. പഴയ നിയമം മുഴുവൻ മാലാക്കി വരെ ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് സദൃശ്യം. പഴയ നിയമം കഴിഞ്ഞു, ഇനി പുതിയ നിയമം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിൽ ഈ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശു ഈ ദൈവരാജ്യത്തിൻ്റെ അധികാരവും തൻ്റെ തോളിലേന്തി ഭൂമിയിലേക്ക് വന്നു. ഒറ്റ സന്ദേശം, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാർക്കോസ് 1:15. ഒറ്റ സന്ദേശം, 4 സുവിശേഷം, ഒറ്റ സന്ദേശം. അതോടുകൂടെ കാൽവരി ക്രൂശിൽ കാര്യം ഒരുക്കി താൻ കടന്നുപോയി. 3 സെറ്റുകളിലായി ഇനി നിങ്ങൾക്ക് വളരാം ഏൽപ്പിച്ചിട്ട് 3 സെറ്റ് പുസ്തകങ്ങൾ നമുക്ക് അനുവദിച്ചിട്ട് പോയി. അപ്പസ്തോല പ്രവൃത്തികൾ, ലേഖനങ്ങൾ, വെളിപ്പാട്. അപ്പസ്തോല പ്രവൃത്തികളിൽ നമ്മളുടെ 1-ാം പറമാവ് പൊളിക്കുന്നു, നമ്മുടെ ആത്മാവിൽ ദൈവരാജ്യം കടന്നു വരുന്നു, നമ്മളുടെ നീതീകരണം. ലേഖനങ്ങൾ നാം അനുസരിച്ചാൽ നമ്മളുടെ മനസ്സ് നാം പുതുക്കി രൂപത്തിന് അന്തരം വരുന്നു. അതാണ് നമ്മളുടെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. തുടർന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമ്മളുടെ ഈ മർത്യ ശരീരം തേജോമയമായ സ്വർഗീയ ശരീരമായി മാറുകയും അതാണ് നമ്മളുടെ തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രിയരെ, ബൈബിൾ കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. ഇതിൽ ഒരു ക്രെഡിറ്റും എനിക്കില്ല. സ്വർഗത്തിലെ ദൈവമായത് പഠിപ്പിച്ച് നിങ്ങൾക്കും ഇത് ഏറ്റെടുക്കാം. ഇനി ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചോ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിക്കുമ്പോൾ വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകത്തില്ല. അമ്മേ, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇനി ഏത് റെഫറൻസ് ബൈബിളും വായിച്ചോ, ഏത് റെഫറൻസ് പുസ്തകവും വായിച്ചോ, നിങ്ങൾക്ക് ഇതിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യവും അതിലെ സത്യവും എന്നാൽ തെറ്റുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അമ്മേ, പ്രിയരെ, ആരുടെയും തെറ്റ് ചൂണ്ടിക്കാണിക്കാനല്ല, പകരം സത്യം നാം അറിയുമ്പോൾ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയാതെ അടർന്നു പോകുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണമെന്ന് സ്വർഗം നിങ്ങളെ കാണിച്ചു തന്നു. ഇപ്പോൾ പ്രിയരെ, നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വചനം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സ്വർഗത്തിലത് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റ് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവോ? തുടർന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനസ്സിലാക്കി, ഒരു കല്ല് നിലം തൊടാതെ വന്നു ആ ബിംബത്തെ ഇടിച്ചു, ബിംബം തകർന്നു, അതിനെ കാറ്റ് പറത്തി കൊണ്ടുപോയി. എന്നാൽ തുടർന്ന് ആ കല്ല് വളർന്ന് പർവ്വതമായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവരാജ്യം അത്ര പെട്ടെന്ന് വളർന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് ആ ഒരു വളർച്ച, ദൈവരാജ്യത്തിന്റെ വളർച്ച ഇന്ന് നാം ലോകത്ത് കാണുന്നില്ല. ആ കല്ല് ഒരു പർവ്വതമായിട്ട് വളരുവാൻ എന്താ തടസ്സം? പ്രിയരെ, കല്ല് വളരണം, പർവ്വതമാകണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. എങ്കിലേ അടുത്ത വളർച്ച നടക്കത്തുള്ളൂ, ഈ പർവ്വതം ലോകത്തിന് മുഴുവൻ വ്യാപരിക്കത്തുള്ളൂ. കല്ല് വളരണം, പർവ്വതം ആകണം. എന്തേ കല്ല് വളർന്ന് പർവ്വതമാകുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അകത്ത് ആത്മാവിൽ വന്ന ദൈവരാജ്യം, രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, അവർ ലേഖനങ്ങളിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞതനുസരിച്ച് അകത്ത് വന്ന ആ ദൈവരാജ്യം നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ദേഹിയിലേക്ക് വ്യാപരിപ്പിക്കണം. ഇതാണ് അത് പർവ്വതമാകുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് പലപ്പോഴും അതിൻ്റെ അളവ് കുറവാണ്. കാരണം ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന സുവിശേഷങ്ങളിൽ പലതും ലഘൂകരിച്ച സുവിശേഷമാണ്. ലഘൂകരിച്ച സുവിശേഷം, ഫുൾ ഗോസ്പൽ എന്ന് പറയുന്നത് പലപ്പോഴും പലതും കേൾക്കുമ്പോൾ അത് ഫുൾ ഗോസ്പലായിട്ട് തോന്നുന്നില്ല, ലഘൂകരിച്ച സുവിശേഷം. ഈ ലഘൂകരിച്ച സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ലഘൂകരിച്ച സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റേജുകളിൽ ഇത് വളരണം. പക്ഷേ ചെറുതാക്കി അതിനെ ഷോർട്ട് ചെയ്ത് ഒരു സ്റ്റേജിൽ മാത്രം വളർന്നാൽ മതി എന്നുള്ള സുവിശേഷമാണ് ലഘൂകരിച്ച സുവിശേഷം. ഈ ലഘൂകരിച്ച സുവിശേഷം എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജുകളിൽ ദൈവം തൻ്റെ പദ്ധതി ഇട്ടു. അപ്പസ്തോല പ്രവൃത്തികൾ, ലേഖനങ്ങൾ, തുടർന്ന് വെളിപ്പാട് പുസ്തകം.
നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. എന്നാൽ ഈ ജസ്റ്റിഫിക്കേഷൻ മാത്രം കഴിഞ്ഞ് അതിനങ്ങ് ചുരുക്കി എല്ലാം തികഞ്ഞു എന്ന് പറയുന്നൊരു സുവിശേഷമുണ്ട്. നീതീകരണം മാത്രം നടന്നു, രക്ഷിക്കപ്പെട്ടു, എല്ലാം തികഞ്ഞു. ഇതാണ് ലഘൂകരിച്ച സുവിശേഷം. ഇവർക്ക് റോമ ലേഖനം മതി, യാക്കോബ് ലേഖനം വേണ്ട. മത്തായിയുടെ സുവിശേഷം 11-28 വാക്യം മതി, 29 വാക്യം വേണ്ട. റോമ ലേഖനം മാത്രം മതി. എബ്രഹാം വിശ്വസിച്ചു, പ്രവൃത്തി കൂടാതെ എബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അത് മാത്രം മതി. പക്ഷേ യാക്കോബ് ലേഖനം വേണ്ട. യാക്കോബിൽ എബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. യാക്കോബിൽ എബ്രഹാം വിശ്വസിച്ചത് അവൻ്റെ വിശ്വാസം പ്രവൃത്തി മൂലം അത് പൂർണ്ണമായി, അതിലേക്ക് പോവുകയില്ല. പ്രവൃത്തി വേണ്ട. റോമലേഖനത്തിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ ലഘൂകരിച്ച സുവിശേഷം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക, അതിൻ്റെ അടുത്ത സ്റ്റേജുകളിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 11-28 വാക്യം വേണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷേ 29 വാക്യം വേണ്ട. നിങ്ങൾ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക എന്നുള്ള ആ സെക്കൻഡ് പാർട്ട് വേണ്ട. ഇതിൻ്റെ പേരാ ലഘൂകരിച്ച സുവിശേഷം. എനിക്കറിയാം നിങ്ങൾക്ക് ലഘൂകരിച്ച സുവിശേഷത്തെക്കുറിച്ച് ധാരാളം അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയാം. പ്രിയരെ, കർത്താവ് യേശുവിൻ്റെ സുവിശേഷം ഒരിക്കലും ലഘൂകരിച്ച സുവിശേഷമല്ല, അത് പൂർണ്ണ സുവിശേഷമാണ്. കർത്താവ് നമുക്ക് തരുന്ന പൂർണ്ണ രക്ഷയാണ്. ആ പൂർണ്ണ രക്ഷ 3 സ്റ്റേജുകളിലായിട്ടാണ് ദൈവം തരുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് നാം പ്രാപിച്ചേ പറ്റൂ. ദൈവം രക്ഷിക്കപ്പെട്ടവരോട് പറയുക, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. പ്രിയരെ, ദൈവവചനം രക്ഷിക്കപ്പെട്ടവരോട് പറയാം. ഫിലിപ്പിയ ലേഖനം 2-12 വാക്യത്തിൽ പറയാം, രക്ഷിക്കപ്പെട്ടവരോട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, പൗലോസ് പറയുകയാണ്, നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തായിരിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നാ പറയുന്നത്. വളരെ അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? നാം ഒരു എഫേർട്ട് കൊടുക്കാനിടയാകണം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, നാം തുടർന്ന് യേശുവിനെ അനുസരിച്ച് ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. വായിച്ചേ, 2:12 വായിച്ചേ, ഫിലിപ്പിയ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. എങ്ങനെ? അനുസരിച്ച് പ്രവർത്തിപ്പിൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, തുടർന്ന് യേശുവിനെ അനുസരിക്കണം. ഇതാ ദൈവവചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രിയരെ, ഇത് ലഘൂകരിച്ച സുവിശേഷത്തിലേക്ക് ഭാഗമല്ല, നമ്മൾ അപൂർണ്ണ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം പൂർണ്ണ സുവിശേഷമാണ്. ഒരു വിശുദ്ധീകരണം നമുക്ക് വേണം. യേശുവിനെ നാം തുടർന്ന് അനുസരിക്കാൻ തയ്യാറാകണം. എങ്കിലേ ആ തേജസ്കരണം നമ്മുടെ ജീവിതത്തിൽ വരൂ. കല്ല് മാത്രം അവിടെ നിന്നാൽ പോരാ, ആ കല്ലൊന്ന് വളരട്ടെ, അതൊന്ന് പർവ്വതമായി തീരട്ടെ. എങ്കിൽ അത് ഭൂമി മുഴുവൻ നിറയുവാനിടയാകും. നമ്മൾ യേശുവിനോടുകൂടെ ഈ ഭൂമിയെ ഭരിക്കുവാൻ പോവുകയാണ്. ഇന്നൊരു തീരുമാനത്തോടെ, കർത്താവെ, ഞാൻ കേൾക്കാത്ത ഞാൻ കേട്ടു, ഞാൻ ഇതുവരെയും അറിയാത്ത ഞാൻ അറിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് ബൈബിൾ എനിക്ക് മനസ്സിലാക്കുവാൻ അങ്ങ് ഇട നൽകി. അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ എനിക്കിടയായി. നന്ദി പിതാവേ, നന്ദി. ഇതാ, ഈ ലോകമല്ല എനിക്ക് പ്രാധാന്യമുള്ളത്, ലോകത്തിൻ്റെ ഇമ്പങ്ങളല്ല എനിക്ക് പ്രാധാന്യമുള്ളത്. ഞാനിത് അങ്ങേ അനുസരിക്കുവാൻ അത് ഏൽപ്പിച്ചു തരികയാണ്. ഇതാ, എൻ്റെ ഉള്ളിൽ ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ ഉള്ളിൽ ആ സ്വർഗരാജ്യത്തിൻ്റെ കല്ല് വന്നു കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ 1-ാം പറമാവ് പൊളിച്ചു കഴിഞ്ഞു. ഇതാ, ഞാൻ അനുസരണത്തിലൂടെ, യേശുവേ അങ്ങേ അനുസരിക്കുന്നതിലൂടെ ഈ 2-ാം പറമാവ് പൊളിക്കുവാൻ ഞാൻ അത് ഏൽപ്പിച്ചു തരികയാണ്. ഇതാ, എന്നെ അങ്ങ് സഹായിക്കണമേ. എബ്രഹാം അങ്ങേ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിലിട്ടു. പക്ഷേ പ്രവൃത്തി കൂടാതെയല്ല അബ്രഹാം വിശ്വസിച്ചെന്ന് യാക്കോബ് ലേഖനത്തിൽ എനിക്ക് മനസ്സിലായി. കർത്താവേ, അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു, പക്ഷേ അബ്രഹാം തൻ്റെ മകനെ യാഗം കൊടുത്തു. അവൻ ആ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തിയാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമായി എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. പ്രിയ പിതാവേ, ഇതാ, ഞാനും അങ്ങേ അനുസരിക്കുവാൻ, അബ്രഹാമിനെ പോലെ അങ്ങേ അനുസരിക്കുവാൻ, ആ പ്രവൃത്തിയാൽ എൻ്റെ വിശ്വാസം അങ്ങേ അനുസരിക്കുന്നതെന്ന് പ്രവൃത്തിയാൽ ആ വിശ്വാസം പൂർത്തിയാകുവാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, റോമാലേഖനത്തിലെ വചനം പോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനത്തിലെയും വചനം ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, ഇതാ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇതാ, എന്നെ സമർപ്പിക്കുന്നു.
ഇതാ സമ്പൂർണ്ണമായി എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ. പ്രിയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അങ്ങയുടെ തിരുവചനം കേൾക്കുന്ന ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങ് ഞങ്ങളുടെ ഒരു പ്രവൃത്തിയും കൂടാതെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ കാൽവരി ക്രൂശിലെ യാഗം മാത്രമാണ് കാരണം. പ്രിയ നല്ല പിതാവേ, നന്ദി അപ്പാ, നന്ദി. പക്ഷേ ആ രക്ഷയെ ഞങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. തുടർന്ന് അങ്ങേ അനുസരിച്ച് ജീവിക്കുക അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്ന അപ്പാ. പ്രിയ നല്ല പിതാവേ, അപ്പോൾ അങ്ങയുടെ മഞ്ഞും മഴ ഇപ്പോഴും ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാകണം. കർത്താവേ, ഇപ്പോഴും ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭൗതിക ദുരിതങ്ങളിൽ നിന്നും ഇവർക്ക് ആശ്വാസം കൊടുക്കണം. രോഗികൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടപ്പാടിൻ്റെ പിന്നിലുള്ള പൈശാചിക്കൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നടുവിനോട് പോരാടുന്ന വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിലെ ദാരിദ്ര്യം മാറിപ്പോകാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിലെ കലഹങ്ങൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇപ്പോൾ ഐക്യത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദേശത്തിന് തന്നെ കർത്താവേ, ഈ വചനം ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യ സഹായിവരോട് കൂടെയിരിക്കട്ടെ. കർത്താവ്, ഈ ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതും അനുദിനം വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. കർത്താവെ, അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിനായ സ്തോത്രം. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗദൈവത്തിൻ്റെ വലിയ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുകയാണ്. കേട്ട വചനം ദീപം പോലെ നിങ്ങൾ ഹൃദയത്തിൽ കരുതുക. ദൈവത്തെ അനുസരിക്കാൻ ഒരു തീരുമാനമെടുക്കുക. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന, വിളിച്ചോ നമ്മുടെ കൈവിടത്തില്ല. അന്ത്യത്തോളം അവൻ നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവൻ്റെ കൈ വിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം അനുഗ്രഹീത വെളിപ്പാടുകളായിരുന്നു. നിങ്ങൾക്കത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയരെ മനസ്സിലാക്കുക. ഈ സമയം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ആ എപ്പിസോഡുകൾ കരസ്ഥമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.